ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമ്മളിപ്പോൾ പളനിക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. കയറുന്ന വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. നമ്മൾ പളനിക്ക് പോകുന്ന വഴിയാണിത്. വഴിയൊക്കെ കുറേ താണ്ടി വീണ്ടും കാടൊക്കെയായി നല്ല രസമായിരുന്നു. പിന്നെ ഞങ്ങൾ കഴിക്കാൻ നിർത്തി. അപ്പം ഞാൻ കുറേ വീഡിയോയുടെ ഇതൊക്കെ എടുത്തു. പക്ഷേ അതിലൊന്നും ശബ്ദം കൊടുക്കാൻ പറ്റിയില്ല. ഇപ്പറേ വിച്ചു ഉണ്ട്. എന്നിട്ട് ഞങ്ങൾ ആ മൈതാനത്ത് കുറേ നേരം കളിച്ചു. ഞങ്ങൾ രണ്ടുപേരും മാത്രം അതായിരുന്നു. ശ്രീകുട്ടനും ഉണ്ടായിരുന്നു. ഞങ്ങൾ 3 പേരും കൂടെ കളിച്ചു. അനുവിനോട് പിന്നെ ചോദിച്ചിട്ട് അവൾ വന്നില്ല കളിക്കാൻ. അവളുടെ വേറെ കൂട്ടുകാരി ഉണ്ടായിരുന്നു. അപ്പം അവളുടെ കൂടെ കളിക്കുകയൊക്കെ ആയിരുന്നു. പിന്നെ ഞങ്ങൾ കഴിച്ചിട്ട് പിന്നെയും ശ്രീകുട്ടൻ കളിക്കാത്ത പോലെ വഴക്കുണ്ടാക്കുകയാണ്. ആ മോന്തയാണ് നിങ്ങളീ കാണുന്ന എൻ്റെ ആ പൊട്ട മോന്ത. അത് കഴിഞ്ഞ് ഞങ്ങൾ വീണ്ടും അവിടുന്ന് റിവേഴ്സല്ല പോയി. അപ്പോഴത്തേക്ക് നല്ലൊരു പൂന്തോട്ടമൊക്കെ കണ്ടു. പിന്നെ ഞങ്ങൾ ഒരു അടുത്ത പാർക്കിലൊക്കെ പോയി. അപ്പം അനുവിൻ്റെ കൂട്ടുകാരിയും പിന്നെ അവളുടെ അനിയനും പിന്നെ അനുവും ഞാനും വിച്ചുവും ആയിരുന്നു, ശ്രീകുട്ടനും. അങ്ങനെ ഞങ്ങൾ ആ സ്ലൈഡിലൊക്കെ സ്ലൈഡിൽ കയറുന്നതിന് മുന്നേ എൻ്റെ കയ്യിലുള്ള ചില്ലറയൊക്കെ താഴെ വീണു. ഈ ഭയങ്കര ചൂടല്ല സ്ലൈഡിൽ, ആ ഒരു കാര്യം പറയണമല്ലോ. ഭയങ്കര പഴുത്തിരിക്കുന്ന സ്ലൈഡ്. പിന്നെ ശ്രീകുട്ടനെ കുറേ നേരം മറ്റേ ആ സാധനത്തെ അതിൻ്റെ പേര് പറഞ്ഞത് ഇപ്പറേ അനു ഉണ്ടായിരുന്നു. നല്ല രസമായിട്ട് അവൻ കളിച്ചിരിച്ചൊക്കെ നമുക്ക് ഭയങ്കര സന്തോഷമാണ്. പിന്നെ ലാസ്റ്റ് ഇറങ്ങുന്നേരം ശ്രീകുട്ടനകത്ത കയറണം എന്ന് പറഞ്ഞു. അപ്പം ഞാൻ പൊക്കി താഴ്ത്തി അങ്ങനെ കയറി. അവിടുന്ന് ആ സ്ലൈഡിൽ നിന്ന് ഇറങ്ങാൻ നേരം പിന്നെ ഞങ്ങൾ കുറേ നേരം ആ പാർക്കിൽ കളിച്ച് ശ്രീകുട്ടനെ വട്ടമൊക്കെ കറക്കി. അതൊക്കെ നല്ല രസമായിരുന്നു. അവൻ പറഞ്ഞു എയ്റോപ്ലെയിനിൽ പോകാതെ. നല്ല രസമുള്ള ഒരു കളിയൊക്കെ ആയിരുന്നു. പിന്നെ അവിടെ വേറെ എന്തോ ഒരു സാധനം കണ്ടു. അതിൻ്റെ പേരെന്താണെന്നൊന്നും എനിക്കറിയത്തില്ല. അത് ഞാൻ കയറിയിരുന്നു. പിന്നെ പുറകെ അനുവും വന്നു. അങ്ങനെ ഞാനും അതായിരുന്നു. അതപ്പോഴാണ് മനസ്സിലായത് അതിങ്ങനെ ആടും. ഒരാൾ കയറിയിരിക്കും അപ്പുറത്തോട്ടും ഇപ്പുറത്തോട്ടും. മറ്റേ മുമ്പ് ശ്രീകുട്ടനെ ഞാൻ ആട്ടി ആ സ്ഥലത്ത് വെച്ച് തന്നെ നല്ല രസമായിരുന്നത്. പിന്നെ അതിന് 2 പ്രാവശ്യം ഇതായപ്പോഴത്തേക്കും പോയി. പിന്നെ വിച്ചു വന്നപ്പോഴാണ് ഞങ്ങൾക്ക് ശരിക്കും അതിൻ്റെ രസം കിട്ടിയത്. കാരണം അത് ഞങ്ങൾ രണ്ടുപേരും കൂടെ ഒരുമിച്ചിരുന്നു. അപ്പോൾ ഞങ്ങൾക്ക് കറക്റ്റായിട്ടുള്ളൊരു ബാലൻസിങ് കിട്ടി. പിന്നെ നല്ല രസമായിരുന്നു. ഇപ്പുറം ശ്രീകുട്ടനെ ഇരുത്തി, മറ്റേ ആ കൊച്ചവനെ ഇരുത്തി. പിന്നെ ഞാനും ശ്രീകുട്ടനും കൂടെ ആടുകയൊക്കെ ആയിരുന്നു. നല്ല രസമായിരുന്നു കയറാനൊക്കെ. പിന്നെ നമ്മൾ അവിടെ നിന്നും പോയി. പിന്നെ ലാസ്റ്റ് നമ്മൾ പഴനിയിലെത്തിയിട്ട് ഞങ്ങൾ മുട്ടയടിക്കാൻ പോവുകയാണ്. അപ്പം ലാസ്റ്റ് ഫോട്ടോ ഓഫ് ലോങ് മുടി ആൻഡ് എല്ലാവരും ലോങ് മുടി. പിന്നെ ഞങ്ങൾ ദേവസ്വം ബോർഡിൻ്റെ ഇതിലാണ് റൂം എടുത്തത്. നല്ല ഫെസിലിറ്റീസൊക്കെ ഉള്ള റൂമാണ്. നിങ്ങൾ പളനി വന്ന് ഇത് എടുക്കുന്നതായിരുന്നല്ല. അങ്ങനെ നമ്മൾ മുടി വെട്ടുന്ന സ്ഥലത്തെത്തി. എനിക്കും മുടി വെട്ടുന്നതിൻ്റെ ഒരു ഇതെടുത്ത്, പിന്നെ വിച്ചുവിനും ഒരെണ്ണം എടുത്ത്. ഞങ്ങളുടെ ഫോട്ടോ ഒക്കെ അതിനകത്തുണ്ട്. അങ്ങനെ ഞങ്ങൾ മുടി വെട്ടി കഴിഞ്ഞു. പിന്നെ ഞങ്ങൾ തലയിൽ കളഭം തേക്കുവാണ്. ഞാനും വിച്ചുവും ശ്രീകുട്ടനും കളഭം തേച്ച് പിന്നെ ഞങ്ങൾ റൂമിലോട്ട് പോയി. പിന്നെ വൈകുന്നേരം ആയപ്പോൾ ഞങ്ങൾ പളനിയിലോട്ട് കയറാൻ പോയി. അവിടെ നിന്ന് ഫോൺ എടുക്കത്തില്ല. അപ്പോൾ ഞങ്ങൾ ഫോൺ വെച്ചിട്ടാണ് പോയത്. പിന്നെ ഞങ്ങൾ വന്നിട്ട് ഒരു സർബത്തൊക്കെ കുടിച്ച്. സർബത്ത് മേക്കിംഗ് കാണാമായിരുന്നു. കുലുക്ക് സർബത്താണ് എനിക്ക് ഇതിനൊക്കെ ഇഷ്ടം. പക്ഷേ അത് അവിടെ ഇല്ല. ഞങ്ങൾ 2-3 കടയിൽ പോയി. പക്ഷെ അവിടെ ഒന്നും കുലുക്ക് സർബത്തില്ലായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ സാധാരണ സർബത്ത് തന്നെ പറയാമെന്ന് വിചാരിച്ചു. മേക്കിംഗ് ഒക്കെ കാണാൻ നല്ല രസമാണ്. കളറാണേലും നമ്മുടെ സർബത്തിൻ്റെ. പിന്നെ ഞങ്ങൾ അടുത്ത രാവിലെ പിന്നെയും പുറപ്പെട്ടു. അങ്ങനെ പുറപ്പെട്ട് ഞങ്ങൾ കൊടൈക്കനാലിലോട്ടാണ് പോകാനിരിക്കുന്നത്. അവിടെയും പിന്നെയും നല്ല രസമാണ് ആ വഴിയൊക്കെ കാണാൻ. പിന്നെ അവിടെ ഒരു അമ്പലം പോലത്തെ ഇതൊക്കെ ഉണ്ടായിരുന്നു. അവിടെ കുറേ കുരങ്ങന്മാരൊക്കെ ഉണ്ടായിരുന്നു. അത് നല്ല രസമാണ്. അവിടെ ഞങ്ങളിപ്പോൾ അതുവഴി കൊടൈക്കനാൽ പോകാമായിരുന്നു. അപ്പം അവിടെ ഒരു സൂപ്പർ സാധനമുണ്ട്. അവിടെയൊക്കെ എനിക്ക് അമ്പലം അതുപോലത്തെ സാധനങ്ങളൊക്കെ ഉണ്ട്. നോക്കിക്കേ, ഉണ്ടോ? പാറയുടെ അകത്ത് ഗണപതിയെ കൊത്തി വെച്ചേക്കുവാണ് നമുക്ക്. ശരിയാണ്. ആ ഗണപതിയെ അവിടെ ഇത് കല്ല് കൊത്തി വെച്ചേക്കുക. വലിയ കല്ലാണ്. ഗണപതി മാത്രമല്ല, ഇപ്പറേ കുറേ ഇതൊക്കെ ഉണ്ട്. പിന്നെ അതിൻ്റെ അവിടെ മൂഷികനൊക്കെ ഉണ്ട്. ഞങ്ങൾ ചെരുപ്പൊക്കെ ഊരിയിട്ട് അവിടെ കയറി. കണ്ടാൽ മനസ്സിലാവും എന്നെ കരവിരുതോടെ അവിടെ കൊത്തി വെച്ചേക്കുന്നതെന്ന് കണ്ടാൽ തന്നെ മനസ്സിലാവും. കാണുമ്പോൾ തന്നെ എന്തൊരു നല്ല രസമാണെന്ന് അറിയാതെ കാണാൻ. തൊട്ട് പ്രമോദിയും ഗണപതിയെ നോക്കി നിൽക്കുന്നു. പിന്നെ നാഗരാജാക്കൾ അങ്ങനെയൊക്കെ കൊണ്ട് കാണാൻ ഭയങ്കര രസമാണ്. കൊത്തി വെച്ചേക്കുന്നത് ഞാൻ ആദ്യം ഓർത്തില്ല എങ്ങനെ സാധിക്കും ഇങ്ങനെയൊക്കെ കൊത്തി വെക്കാനെന്ന്. പിന്നെ മാലയൊക്കെ അതിൻ്റെ ഇടയിൽ കൂടെ ആക്കി നല്ല രസമാണ് ഇതൊക്കെ കാണാൻ. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. പിന്നെ അവിടെ നേരത്തെ വന്ന സ്ഥലത്ത് ഒന്നും കൂടെ വന്ന് കുരങ്ങന്മാർക്ക് ഇതൊക്കെ കഴിക്കുകയൊക്കെ കൊടുത്തു. പിന്നെ ഞങ്ങൾ യാത്ര തുടരുകയാണ്. നല്ല വ്യൂ ആണ് അവിടെ നിന്ന് കാണാൻ.
സൂപ്പർ വ്യൂ ആണ്, അത് പറഞ്ഞറിയിക്കാൻ വയ്യ. ഭയങ്കര വ്യൂ ആണ്, നല്ല രസമാണ് അവിടെ കാണാൻ. ഞങ്ങൾ പോകണം, ആ കൊടൈക്കനാലൊക്കെ വഴി പോകണമെന്ന് തന്നെയാണ് പറ്റും. നല്ല രസമാണ് അവിടത്തൊക്കെ കാണാൻ. നല്ല തണുപ്പാണ്, നമ്മുടെ ഇവിടുത്തെ ചൂടി നമുക്ക് പോയപ്പോൾ നല്ല തണുപ്പായിരുന്നു അവിടെ. അതുകൊണ്ടൊരു നല്ലൊരു ആശ്വാസം ഉണ്ടായിരുന്നു. ഞങ്ങൾ കൊടൈക്കനാലെത്തി, അവിടെ കുറേ ബോട്ടിങ്ങൊക്കെ ഉണ്ടായിരുന്നു. ഞങ്ങൾ ബോട്ടയിലൊക്കെ കയറി, ഞാനും ശ്രീകുട്ടനും വിച്ചുവും അമ്മയും അച്ഛനും ഇനിയമ്മയും പിന്നെ ഒരു അമ്മയൊക്കെ. ഞങ്ങളെന്നിട്ട് പിന്നെ അവിടുന്ന് യാത്ര ഉണ്ടായിരുന്നു. ഞങ്ങൾ 3D സിനിമയിൽ കാണാൻ പോയത്, പക്ഷേ കാണിക്കാൻ പറ്റിയില്ല. യാത്ര പിന്നെ സന്ധ്യയായി, നല്ല ഉറക്കമൊക്കെ വരുന്നുണ്ട്, പിന്നെ നല്ല വിശപ്പുണ്ടായിരുന്നു. പിന്നെ ഒരു കടയിൽ കയറി. കടയുടെ പേര് എനിക്ക് നന്നായിട്ട് വായിക്കാൻ പറ്റിയില്ല, തമിഴ് അറിയത്തില്ല, അഫ്കോഴ്സ് തമിഴ് അറിയത്തില്ല. പിന്നെ ഞാൻ അവിടുന്ന് ഓർഡർ ചെയ്തത് എന്തായാലും ഫ്രൈഡ് റൈസായിരുന്നു. അതിൻ്റെ അകത്ത് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ ഇത്രയുള്ളൂ.